ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഇൻ OOP കോൺസെപ്റ്റ്. അതെന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു സിമ്പിൾ സ്മോൾ വീഡിയോ ആണ് വിത്തിൻ 5 minutes. So I can explain you how the inheritance works in a Python concept. So inheritance is a fundamental concept in object-oriented programming that allows a class to inherit attributes and methods from another class. അതായത് ഒരു ചൈൽഡ് ക്ലാസ് derived from a parent class. So base class എന്ന് പറയുന്നത് a class animal, അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് print animal name self dot name. ഇത് നോർമൽ ഇനിഷ്യലൈസേഷൻ ഇൻ ക്ലാസ് ആണ്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുള്ള യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് എന്താണെന്ന് നമ്മൾ പറയാം. ഇപ്പൊ ഇൻഹെറിറ്റൻസ് എന്താണ് എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം എ ബേസ് ക്ലാസ്. ഈ ക്ലാസ് ഡോഗ്, ഈ ആനിമൽ എന്നുള്ളത് നമ്മൾ ഇതിനോട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഈ അനിമലിലുള്ള എല്ലാ മെത്തേഡ്സും ആട്രിബ്യൂട്ട്സ്, മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ആണ്. അതായത് ഡെഫ് ഇൻഫോ ഇതൊരു മെത്തേഡാണ്. ഈ ഫംഗ്ഷൻ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോൾ ചെയ്യുന്നത് d equal to dog ഓഫ് ഒരു നെയിം പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡോഗ് ഓൾറെഡി അനിമലിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിലുള്ള എല്ലാ മെത്തേഡ്സും ഇതിലേക്ക് ഇൻഹെറിറ്റ് ആവും. ഇത് നമ്മൾ ഡോഗ് ഓഫ് ബഡി വിളിക്കുമ്പോൾ ഈ അനിമൽ എന്നുള്ള നെയിം ഇതിൽ ഇൻഹെറിറ്റ് ആയി അനിമൽ നെയിം എന്നുള്ളത് സെൽഫ് ഡോട്ട് നെയിമിലേക്ക് ആ ബഡി നെയിം വരും. നമ്മൾ d ഡോട്ട് ഇൻഫോ ഈ മെത്തേഡ് നമ്മൾ ഇതിൽ d ഡോട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് വിളിക്കുമ്പോൾ d ഡോട്ട് ഇൻഫോയിൽ ആ അനിമൽ നെയിം നമുക്ക് പ്രിന്റ് ആയി വരണം. d ഡോട്ട് സൗണ്ട് വിളിക്കുമ്പോൾ ഈ മെത്തേഡ് ക്ലാസ്സിലുള്ള മെത്തേഡും നമുക്ക് പ്രിന്റ് ആയി വരണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സി പ്രിന്റ് ആയി animal name body box. So first one animal name body box. Okay, this is known as inheritance. അതായത് ഒരു ക്ലാസ് ഒരു ചൈൽഡ് ക്ലാസ് derived from the parent class with all its attributes and methods are inherited from the parent class. ഇത് നമ്മൾ ഈ ഒരു ലൈന് ഇന്റർവ്യൂവിന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലൈന് പറയണം. കാരണം നമുക്ക് കണ്ടന്റ് അറിയാമെങ്കിലും നമ്മൾ ഇന്റർവ്യൂവിന് പറയുമ്പോൾ സ്പെസിഫിക്കലി ടെക്നിക്കലി നമ്മൾ ആ ലൈന് പറയുന്നതായിരിക്കും accurate. So thank you. Bye.